എന്റെ ബ്രദർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ലൈഫ് എക്സ്പെർട്ടീസിനെ കുറിച്ച് അറിയുന്നത്. ഓക്കെ. പുള്ളിയുടെ കുറച്ച് ഫ്യൂ ഫ്രണ്ട്സ് ഇവിടുത്തെ ലൈക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നേ ലൈഫ് എക്സ്പെർട്ടീസിന്റെ കോച്ചിങ് വെച്ച്. ഒപ്പ ലൈക്ക് കോച്ചിങ്ങിന് വേണ്ടി ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടും അപ്രോച്ച് ചെയ്തായിരുന്നു. എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് അവർ തന്നെ ട്രെയിനിങ് വീഡിയോ ലൈക്ക് ഒരു സാമ്പിൾ വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് കൂടുതലായിട്ട് കൺവിൻസിങ് ആയിട്ട് തോന്നിയത് ലൈറ്റിന്റെ തന്നെയായിരുന്നു. എല്ലാ പോയിന്റ് എല്ലാം ക്ലിയർ കട്ടാണ്, നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് എനിക്ക് തോന്നി കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണ് നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതെന്ന്. ഹായ് ഏഞ്ചൽ. ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്, ഓപ്പറ എക്സാം വിൻ ചെയ്തിരിക്കുകയാണ്. എന്താണ് ഒരു എക്സ്പീരിയൻസ് ചെയ്തെന്ന് പറയാമോ? വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയതില്. ആദ്യമേ ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിച്ച എക്സാം പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ലൈറ്റ് എക്സ്പെർട്ടൈസിന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഏഞ്ചലിന്റെ സക്സസിന് ഒരു ഭാഗമാകാൻ പറ്റിയതിൽ. ഓക്കെ, ഏഞ്ചലിനെ പറ്റി ഒന്ന് പറയാമോ? ഏഞ്ചലിന്റെ ലൊക്കേഷൻ, ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ പറയാമോ? ഞാൻ പാമ്പിയാണ് പഠിച്ചത്, നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. 2024 ഗ്രാജുവേറ്റ് ആണ്. വരുന്നത് കോട്ടയം സൈഡിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ഓപ്പറ എക്സാം ചൂസ് ചെയ്തത്? ഓസ്ട്രേലിയ ആയിരുന്നു ഡ്രീം കൺട്രി? ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ആയിരുന്നു എന്റെ എയിം എന്ന് പറയുന്നത്. ലൈക്ക് പ്രൊഫഷണൽ ഗ്രോത്ത്, കൂടുതൽ ഡെവലപ്മെന്റ് നമുക്ക് കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ ഓപ്പറ എടുക്കുന്നത്. ലൈക്ക് എല്ലാരും ചൂസ് ചെയ്യുന്നുണ്ട്, സോ ഐ തോട്ട് ഒന്ന് എടുക്കാം, ലൈക്ക് ക്ലിയർ ചെയ്യാം എന്നൊരു രീതിയിൽ എടുത്തതാണ്. എന്തുകൊണ്ടാണ് ലൈറ്റ് എക്സ്പെർട്ടീസ് യൂസ് ചെയ്യാൻ കാരണം? എന്തെങ്കിലും റെഫറലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ അങ്ങനെ എന്താണ് കാരണം? എന്റെ ബ്രദർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ലൈഫ് എക്സ്പെർട്ടീസിനെ കുറിച്ച് അറിയുന്നത്. പുള്ളിയുടെ കുറച്ച് ഫ്യൂ ഫ്രണ്ട്സ് ഇവിടുത്തെ ലൈക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നേ ലൈഫ് എക്സ്പെർട്ടീസിന്റെ കോച്ചിങ് വെച്ച്. അവർക്ക് കുറച്ച് ഫ്യൂ മന്ത്സിന്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവര് നല്ല ഗ്യാപ്പ് ഉണ്ടായിട്ട് കൂടി അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. നല്ലൊരു ഒപ്പീനിയൻ എനിക്ക് റിവ്യൂ കിട്ടി, അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. ബ്രദറും ഫാമിലി ആയിരുന്നോ? പുള്ളി എംഫാം ഗ്രാജുവേറ്റ് ആയിരുന്നു. എന്ത് ചെയ്യുന്നു ഇപ്പം? Working as a pharmacist. He's also cleared the exam. So like both are aiming for Australia. ഓക്കെ. നമ്മുടെ ഈ ഓവർസീസ് എക്സാം കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട്, അല്ലാതെ പുറത്ത് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ലൈറ്റ് എക്സ്പെർട്ടൈസ് ചൂസ് ചെയ്യാൻ കാരണം അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? ഒപ്പ ലൈക്ക് കോച്ചിങ്ങിന് വേണ്ടി ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടും അപ്രോച്ച് ചെയ്തായിരുന്നു. എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് അവർ തന്നെ ട്രെയിനിങ് വീഡിയോ ലൈക്ക് ഒരു സാമ്പിൾ വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് കൂടുതലായിട്ട് കൺവിൻസിങ് ആയിട്ട് തോന്നിയത് ലൈറ്റിന്റെ തന്നെയായിരുന്നു. എല്ലാ പോയിന്റ് എല്ലാം ക്ലിയർ കട്ടാണ്, നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് എനിക്ക് തോന്നി കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണ് നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതെന്ന്. സത്യമായിരുന്നു, ഒരു നല്ല രീതിയിൽ തന്നെ അവർ എടുത്തു തന്നു. അവർ ശരിക്കും പ്രൊഫഷണൽ ആണ്. ഹരികുമാം ആയാലും അരിഫ് സാർ ആയാലും വർക്കിംഗ് ആസ് എ ഫാർമസിസ്റ്റ് ഇൻ ഓസ്ട്രേലിയ. സോ അവർക്ക് നല്ലപോലെ എല്ലാം അപ്ഡേറ്റഡ് ആണ്. ന്യൂ ആയിട്ടുള്ള ചേഞ്ചസ് ഇപ്പം വന്നാൽ തന്നെ അവരെല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആണ്. എങ്ങനെ പഠിപ്പിക്കണം എന്നറിയാം, എന്ത് നമ്മൾ പഠിക്കണം എന്നറിയാം. എല്ലാവരുടെയും നമുക്ക് ഒരു ബൾക്ക് ആക്കി തരാതെ സിംപ്ലിഫൈഡ് ആയിട്ട് തരാൻ അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ലാംഗ്വേജിന്റെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? കാരണം വെച്ചാൽ പല ആൾക്കാരും ചൂസ് ചെയ്യും നമ്മുടെ നാട്ടിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ട് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് ചിന്തിക്കാറുണ്ട്. അപ്പൊ ലാംഗ്വേജിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, ലൈക്ക് ലാംഗ്വേജിന്റെ എനിക്ക് അങ്ങനെ ഒരു തോന്നിയിട്ട് കൂടിയില്ല. ലൈക്ക് കോമൺ ആയിട്ട് നമ്മുടെ സിമ്പിൾ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും തന്നെ പല കൺട്രിയിൽ നിന്നുള്ളവരാണ്. അതാണ് ഏറ്റവും എനിക്ക് വളരെ നല്ല കാര്യമായിട്ട് തോന്നിയത്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാകും. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഡൗട്ട് ചോദിക്കാം. ഇപ്പൊ സ്റ്റുഡൻസ് ആയാലും തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വില്ലിങ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ എന്തായാലും ഔട്ട്സൈഡ് വർക്ക് ചെയ്യേണ്ടവരാണ്. നമ്മൾ എങ്ങനെയായാലും പ്രൊഫഷണലി നമ്മൾ പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുണ്ട്. നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവല് എപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സോ എനിക്ക് ലാംഗ്വേജ് ബാരിയർ ഒരിക്കലും ഫെൽ ചെയ്തിട്ടില്ല. ടീച്ചിങ്ങിലായാൽ പോലും അവർ പഠിപ്പിക്കുന്നത് സിമ്പിൾ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അതെന്തായാലും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. ഓക്കെ, ഫൈൻ. ക്ലാസ്സുകളൊക്കെ ഓക്കെ ആയിരുന്നോ? അപ്പം മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഏഞ്ചൽ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നോ? മെറ്റീരിയൽസ് മീൻസ് ഒരു ബൾക്ക് വരെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫുൾ തന്നെ നമ്മളോട് റെഫർ ചെയ്യാൻ പറയാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ സിംപ്ലിഫൈഡ് ആയിട്ട് ഹാൻഡ് ഔട്ട്സ് ആയിട്ട് തന്നു. പിന്നെ MCQs നമുക്ക് ചെയ്യാം.
ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ളവർക്കാണെങ്കിലും ഫാമിലി ആയിട്ടുള്ളവർക്കാണെങ്കിലും ടൈം ഇപ്പം കിട്ടാതെ വരും. പക്ഷെ ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് എപ്പം വേണമെങ്കിലും ചെയ്യാൻ പറ്റും, എത്ര തവണ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. ഞാനൊക്കെ ട്രൈ ചെയ്തത് 2x സ്പീഡിലും 1x സ്പീഡ്, നമ്മൾ സ്പീഡ് കൂട്ടി പലതവണ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. കൂടാതെ റെക്കോർഡ് ലെസൺസ് ഞാൻ മാക്സിമം കേൾക്കാൻ നോക്കിയിട്ടുണ്ട്. മാക്സിമം കുറെ മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ കേൾക്കാൻ നോക്കിയിട്ടുണ്ട് സ്പീഡ് കൂട്ടി. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ലൈക്ക് നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ എലൈറ്റ് എക്സ്പെർട്ടീസ് ചൂസ് ചെയ്തത് ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് ഏഞ്ചലിന് തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടാവും, ലൈക്ക് ഡ്യൂറിങ് എക്സാം അല്ലെങ്കിൽ ക്ലാസ്സുകൾ ടൈമിലോ എപ്പോഴേലും? ഒബിയസ്ലി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ലാസ്റ്റ് നമ്മുടെ എക്സാമിനോട് അടുക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് ടെൻഷൻ കൂടും. പക്ഷെ ഇവര് നമ്മൾ മാക്സിമം നമ്മളെ മീൻസ് ഹാരികമായാലും അരിസാറായാലും എൻ്റെ ആ ജേർണിയിൽ നമ്മുടെ കൂടെ ഉണ്ടാവും. ലാസ്റ്റ് ഒരു മന്ത് മോർണിംഗ് ടു ഈവനിങ് വരെ നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പം മാം ആയാലും സാറായാലും ലീവ് എടുത്ത് നമുക്ക് നമ്മുടെ ഒരു ടൈം പോലും നമ്മൾ മീൻസ് ലൈക്ക് സംടൈംസ് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ നമ്മൾക്ക് ചില സമയത്ത് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഉഴപ്പാനൊക്കെ നോക്കൂലേ. ഇവരങ്ങനെയല്ല, നമ്മളെ കൂടെ എൻ്റെ ജേണിയിൽ നമ്മുടെ ഒപ്പം ഇരുന്ന് നമ്മളെ ടീച്ച് ചെയ്യിപ്പിക്കും. അങ്ങനത്തെ ഡിസ്കഷൻസ് വളരെ നല്ലതായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഫൈനലൈസ് നമ്മൾ എക്സാമിന്റെ അടുത്ത് വരാൻ തുടങ്ങുമ്പം ആ ഒരു ടെൻഷനൊക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ക്ലാസ് കൊണ്ട്. ലാസ്റ്റ് ആയിട്ട് ഒപ്ര എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് ഏഞ്ചലിന്റെ ഭാഗത്തുനിന്ന് ഒരു സജഷൻ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ടിപ്പ് കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും ഏഞ്ചൽ ചെയ്യുക? ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരോടും പറയുന്ന ടിപ്പ് എന്ന് പറയുന്നത് മാക്സിമം സാർ ആൻഡ് മാമിന്റെ ക്ലാസ് ലിസൺ ചെയ്യാൻ നോക്കുക. വേറെ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഔട്ട്സൈഡ് നമുക്ക് മെറ്റീരിയൽ വേണമെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്താൽ വരെ കിട്ടും. ബട്ട് എനിക്ക് തോന്നുന്നില്ല അതിന്റെ ആവശ്യം വരത്തില്ല. ഇവരെന്ത് പറയുന്നോ അത് ക്ലിയർ കട്ട് ആയിട്ട് പഠിക്കുക. വേറെ അഡീഷണൽ ആയിട്ട് വെബ്സൈറ്റ് തപ്പിപ്പോയി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാന്നല്ലാതെ അതിലൊരു കാര്യമില്ല. സോ ഇവര് പറയുന്ന രീതിയിൽ തന്നെ പഠിച്ചു പോയാൽ എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. ലൈക്ക് അവര് തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ ചെയ്യുക, കാൽക്കുലേഷൻസ് ആയാലും എല്ലാം നല്ലപോലെ ചെയ്ത് പഠിക്കുക. പിന്നെ എന്താ, ക്ലാസ്സസ് കൂടുതൽ നമ്മൾ ലിസൺ ചെയ്താൽ മതി. ലൈക്ക് ഒന്നും ബൈ ഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലിസൺ ചെയ്യുക, അങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യാന്നുള്ളതാണ് എന്റെ ടിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്ര നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ എലൈറ്റ് എക്സ്പെർട്ടേഴ്സിനും ഒരുപാട് സന്തോഷം ഏഞ്ചലിന്റെ നമ്മുടെ ഓപ്പറ എക്സാമിന്റെ ജേർണിയിൽ ഒരു ഭാഗമാകാൻ സാധിച്ചത്. താങ്ക് യു ഫോർ യുവർ ടൈം. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ഫ്യൂച്ചർ. താങ്ക് യു.